നല്ല അടിപൊളി ഏറ് ചായയും എല്ലുകറിയും കിട്ടുന്ന കുട്ടനാടൻ തട്ടുകടയിലെ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം, നൗഷറാണേ. ഞാൻ ഇന്ന് വന്നത് നല്ല കിടില ഒരു തട്ടുകട പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കുട്ടനാടൻ തട്ടുകട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ തട്ടുകട കുട്ടനാട് വല്ലതും ആയിരിക്കും. അല്ല കേട്ടോ, കുട്ടനാടൻ തട്ടുകട കുട്ടനാട് മാത്രമല്ല, നമ്മുടെ കരുനാഗപ്പള്ളിയും ഉണ്ട്. എന്തായാലും ആ ഒരു കുട്ടനാടൻ തട്ടുകട വിശേഷമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ചട്ടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും. നമ്മൾ കുട്ടനാടൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോ തട്ടുകടയിലേക്ക് കാണുന്നതിൻ്റെ കൂടെ ചട്ടികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ കുട്ടനാടൻ തട്ടുകട. ഈ കട വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളി പഴയ ഹൈവേയിൽ നിന്ന് നമ്മൾ തെക്കോട്ട് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ അതാണ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ആണ് ഇവിടെ ഇങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരുപാട് വലിയ തിരക്കുള്ള ഒരു നമ്മുടെ തട്ടുകടനാണ് നമ്മുടെ കുട്ടനാടൻ തട്ടുകട. നല്ല അടിപൊളി ഹട്ട് ഒക്കെ പണിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കുടിലുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടനാട് എന്നാൽ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇത് കണ്ട ഇനി നിങ്ങൾ കുട്ടനാടൊന്നും പോകണ്ട കേട്ടോ. നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഇതാണ്ട് നമ്മുടെ കുട്ടനാടൻ തട്ടുകട വന്നു കഴിഞ്ഞാൽ അതാണ് ഇതുപോലുള്ള ഹട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ബീഫ് കറി കൊള്ളാമല്ലോ. അടുത്ത ഇത് ഇതിനകത്ത് കഴിഞ്ഞോ? അത് കഴിഞ്ഞു കേട്ടോ. എല്ല് കറി, സ്പെഷ്യൽ എല്ല് കറി ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ട്. ഓക്കെ, ഇതെന്താ? ചിക്കൻ സ്റ്റൂ. കൊള്ളാം. പിന്നെ ഇത് മീൻകറി. ഓക്കെ, കേരക്കറി. ഇത് നമ്മുടെ പുട്ട് കേട്ടോ. അതാണ്ട് നമ്മുടെ നാടൻ പുട്ട്. അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മുടെ സജിചേട്ടനാണ് നമ്മുടെ കുട്ടനാടൻ തട്ടുകടയുടെ, കരുനാഗപ്പള്ളി കുട്ടനാടൻ തട്ടുകടയുടെ ഓണറാണ് കേട്ടോ. ചേട്ടാ എല്ലാവരും ഭയങ്കര അഭിപ്രായമാണല്ലോ പറയുന്നത്. മെയിനായിട്ട് എന്ത് ചേട്ടാ? നമ്മുടെ മെയിനായിട്ട് ഇപ്പം നമുക്ക് താറാവിൻ്റെ ഐറ്റം മെയിനായിട്ടുണ്ട്. പിന്നെ കാന്താരി ചിക്കൻ ഉണ്ട്, പച്ചക്കുരുമുളക് ബീഫുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാ ഫുഡും ഉണ്ട്. പിന്നെ മീൻകറികൾ സ്പെഷ്യൽ ഉണ്ട്. പിന്നെ ചിക്കൻ സ്റ്റൂവ, ബീഫ് സ്റ്റൂവ, അങ്ങനെ വെറൈറ്റികൾ, ഓരോരോ കറികൾ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും നമ്മുടെ കരുനാഗപ്പള്ളി നാട്ടെ കുട്ടനാടൻ തട്ടുകട വന്നാൽ കിട്ടും. അതുകൊണ്ട് ഇവിടെ കുറേ മച്ചാന്മാരിരുന്ന് ഫുഡ് അടിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. സ്ഥിരമായിട്ട് ഒന്ന് കഴിക്കുമോ? കുഴപ്പമില്ല. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ? ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എനിക്ക് വാരിലേറി ഇഷ്ടപ്പെട്ടു. വാരിലേറി സൂപ്പറാണോ? സ്ഥിരമായിട്ട് വരുന്നതാണോ? സ്ഥിരമായിട്ടില്ല, എന്നാലും വരില്ലയോ? വരും. ബ്രോടെ കൊടുത്തേ. ബ്രോ ഏതാ ഇഷ്ടപ്പെട്ട ഫുഡ്? ഇവിടുത്തെ വാരിലേറി. അപ്പൊ എല്ലാരും നെച്ചോറും മാരിലേറിയില്ലേ? ബ്രോയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ബീഫ് റോസ്റ്റ് കൊള്ളാം. വേണ്ട കുറേ മച്ചാന്മാരാണ് ഇവിടെ വന്നിട്ട് ഫുഡ് അടിക്കണം കേട്ടോ. ഇവർക്ക് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ വാരിലേറിയും അതേ കൂട്ട് തന്നെ എന്താണ് പൊറോട്ടയ്ക്കാണെന്നാണ് പറയുന്നത്. ചായടി. അപ്പൊ ചായടി ഭയങ്കര സ്പെഷ്യലാന്ന് പറയട്ടെ. എന്നാലും ചായയുടെ വീഡിയോ നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ചായടി ഒന്ന് നോക്കാം. ആരാ ചായ അടിക്കുന്നത്? അപ്പൊ ഒരു 3 ചായ അടിച്ചേട്ടാ. ഞാൻ അങ്ങ് അപ്പുറത്ത് വരാം. എറിഞ്ഞടിച്ച് കാണിക്കണം കേട്ടോ. അപ്പൊ അതാണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ചായ, ഏറ് ചായ കണ്ടില്ലേ? രക്ഷയില്ല കേട്ടോ. സംഭവം പൊളിയാണ്. എറിഞ്ഞു പിടിക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങളും. അതാണ്ട് ചായ എറിഞ്ഞു പിടിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും കൊള്ളാലോ. മുജീബ് കാട സ്പെഷ്യൽ ആണല്ലയോ ഏറ് ചായ. നമ്മുടെ ഈ ഏറ് ചായ പഠിക്കാൻ എത്ര വർഷം എടുത്ത്? 6 വർഷം എടുത്ത് പഠിച്ച കാര്യമാണ് കേട്ടോ. നമ്മുടെ ലാലേട്ടൻ നരസിംഹ സിനിമക്കകത്ത് പറഞ്ഞിട്ട് 6 വർഷത്തെ ഇടവേള. ഇത് 6 വർഷത്തെ ഇടവേള, 6 വർഷം എടുത്ത് പഠിക്കാൻ. ഓരോ ദിവസത്തിന് 400 രൂപ നഷ്ടമാണ്. ഓരോ ദിവസം 400 രൂപ. ചായ പോകുമായിരുന്നു. എന്തുവാണ് മെയിനായിട്ട് ഫുഡ് കഴിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ? പൊറോട്ട, ചിക്കൻ ഫ്രൈ. പൊറോട്ട, ചിക്കൻ. വാരിലേറി കഴിച്ചിട്ടില്ല ആരും? എങ്ങനെയുണ്ടാ? സൂപ്പറാണോ? അടിപൊളിയാണ്. കഴിച്ചിട്ടുണ്ടോ? കള്ളം പറയില്ലേ? ഇവിടെ എല്ലാ ഐറ്റങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആണല്ലേ? ഇഷ്ടമാണല്ലോ എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. കാര്യം ഈ ഒരു റെസ്റ്റോറൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പം കയറി എടുത്തതാണ്. കാര്യം കണ്ടപ്പം ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. കാര്യം കുട്ടനാടൻ തട്ടുകട, കുട്ടനാടുള്ള എല്ലാം നമ്മുടെ കരുനാഗപ്പള്ളിയുള്ള കുട്ടനാടൻ തട്ടുകട. നമ്മുടെ ഉച്ചക്കലത്തെ വിഭവങ്ങൾ എന്തൊക്കെയാ? നമുക്ക് ഉച്ചക്കുള്ളത് ഊണുണ്ട്, പിന്നെ ദം ബിരിയാണി. അത് ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. ആണല്ലേ? അത് ബീഫായാലും ചിക്കൻ ആയാലും നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അല്ല, സാധാരണ നമ്മൾ എവിടെ ചെന്നാലും ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഈ കറി സെപ്പറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് അങ്ങനെ ഒരിക്കലല്ല. നമ്മൾ ലൈവ് നമുക്ക് കാണാം. അടിക്കുന്ന ചിക്കൻ എടുത്തിട്ടായിരിക്കും നമ്മൾ, അതും ചിക്കൻ വേറെ ദം ചെയ്യുന്ന, ബീഫ് വേറെ, രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ. അതല്ല, നമ്മൾ സാധാരണ കരുനാഗപ്പള്ളി എവിടെ ചെന്നാലും ദം ബിരിയാണി എന്ന് പറയും. പക്ഷേ കറിയും ചിക്കനും അല്ല, കറിയും ചോറും വേറെ വേറെ ആയിരിക്കും. ഇവിടെ കറക്റ്റ് ദം ബിരിയാണി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ മറക്കട്ടെ, ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദം ബിരിയാണിയും കിട്ടുന്നതാണ് കേട്ടോ. ബിരിയാണി എനിക്ക് ബീഫ് ബിരിയാണി ഉണ്ടല്ലോ ഉച്ചയ്ക്ക്. ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ ഊണും ഉണ്ടല്ലോ. പിന്നെ ഊണിനകത്ത് തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ ഫ്രൈ ഉണ്ട്, മീൻ കറിയുണ്ട്, മീൻ തോരനുണ്ട്. പിന്നെ സാധാ മോര്, സാമ്പാർ, അത് പപ്പടം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെറും 70 രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. 70 രൂപയ്ക്കാണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ തരുന്നത്. മീൻ ഫ്രൈ സഹിതം 70 രൂപയ്ക്കാണ് കേട്ടോ നമ്മുടെ കുട്ടനാടൻ തട്ടുകട കിട്ടുന്നത്. അപ്പോഴേ മറക്കണ്ട, നമ്മുടെ കുട്ടനാടൻ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. കുട്ടനാടൻ തട്ടുകടയുടെ ലൊക്കേഷൻ വരാന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലായഞ്ചിയിൽ നിന്ന് പഴയ ഹൈവേയിലൂടെ തെക്കോട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു നമ്മുടെ കുട്ടനാടൻ തട്ടുകട വരുന്നത്.
അപ്പോൾ എന്തായാലും ആരും മറക്കണ്ട, നമ്മുടെ കുട്ടനാടൻ തട്ടുകട ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടിപൊളി ഫുഡാണെന്നാണ് എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നായിരുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.